ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. കോഡിംഗ് ഹൈപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ എന്താണ് ഡേറ്റ സ്ട്രക്ചർ, ടൈപ്പ് ഓഫ് ഡേറ്റ സ്ട്രക്ചർ ഒക്കെ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ് അൽഗോരിതം ആൻഡ് എന്തൊക്കെ വേസിൽ നമുക്കൊരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റും, പിന്നീട് നമ്മൾ എങ്ങനെ ഒരു അൽഗോരിതം ഗുഡ് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആണെന്ന് പറയും, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ആക്കാൻ പോകുന്നത്. ഓക്കെ, സോ എന്താണ് അൽഗോരിതം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം. അതായത് അൽഗോരിതത്തിന്റെ ഡെഫിനിഷൻ ഇതാണ്. എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാൻ ഓർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു സോൾവ് എ പ്രോബ്ലം ഓർ പെർഫോം എ ടാസ്ക്. അതായത് നമ്മളൊരു ടാസ്ക് ചെയ്യണമെങ്കിൽ അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുമല്ലോ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേക്കേഴ്സ് ഉണ്ടാക്കുകയാണ് കേക്ക്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്ലം കേക്ക് ഉണ്ടാക്കുകയാണ്. ക്രിസ്മസ് വരെയാണല്ലോ, അപ്പോൾ നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പ്ലം കേക്ക് എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് പ്ലം കേക്ക് ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ മാവ് സെപ്പറേറ്റ് എടുത്ത് അരിച്ച് മീൻസ് ശർക്കര ഉരുക്കിയെടുത്ത് എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് മിക്സിയുടെ ജാറിലിട്ട് ഒരു അടി അടിച്ചിട്ട് അപ്പോൾ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്ത് അങ്ങ് എടുക്കും. അപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് പാത്രം കഴുകേണ്ട വർക്ക് വരാറില്ല. പെട്ടെന്ന് കഴിയുന്ന ഒരു ഈസി വേ ആണ്, പക്ഷെ ടേസ്റ്റിയാണ്. ഞാൻ അങ്ങനെയാണ് മോസ്റ്റ്ലി കേക്ക്സ് ഉണ്ടാക്കുന്നത്. പക്ഷെ വേറെ ചില ആൾക്കാരുണ്ട്, കാറ്റഗറി ബി നമുക്ക് പറയാം. അവരെന്ന് വെച്ചാൽ ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ്. അവരിങ്ങനെ ആദ്യം മാവെടുത്തു, അതിനെ 2-3 റൗട്ട് അരിച്ചെടുത്തു. മീൻസ് ഒരു തരിയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് അരിച്ചെടുത്തു. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ബേക്കിംഗ് പൗഡർ ഒക്കെ ഇട്ടു. പിന്നെ ബാക്കി എല്ലാ സംഭവങ്ങളും മേ ബി അവർ ജാഗരിക്ക് പകരം ഷുഗർ ആയിരിക്കും ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരും ഒരു ഫൈനലി ഒരു പ്രോഡക്റ്റ്, ഒരു കേക്ക് ഉണ്ടാക്കി അല്ലേ. അപ്പം ഞാനും ഒരു കേക്ക് ഉണ്ടാക്കി, വേറൊരാളും കേക്ക് ഉണ്ടാക്കി. ഇനി വേറൊരു തേർഡ് കാറ്റഗറി ഉണ്ട്. ആ പുള്ളിക്കാരി കുറച്ചുകൂടി ഈസി മെത്തേഡ്, അതായത് റെഡിമെയ്ഡ് കേക്ക് മിക്സ് കിട്ടുമല്ലേ വാങ്ങാൻ, അത് വെച്ചിട്ട് പുള്ളിക്കാരി കേക്ക് ഉണ്ടാക്കി. അപ്പോൾ 3 പേരും സെയിം സാധനമാണ് ഉണ്ടാക്കിയത്, പക്ഷെ ഡിഫറെൻറ്റ് വേയിലാണ് ആ ഔട്ട്പുട്ട്, അതായത് ഔട്ട്പുട്ട് മീൻസ് ഇവിടെ കേക്കാണ് നമ്മുടെ ഔട്ട്പുട്ട്, അത് കിട്ടിയത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം അൽഗോരിതത്തിന്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈച്ച് മെത്തേഡിലും സെയിം ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയത്, ബട്ട് യൂസസ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് അല്ലേ. അതായത് എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ 3 പേർക്കും ആ കേക്ക് ഉണ്ടാക്കാൻ എടുത്ത ടൈം ഡിഫറെൻ്റ് ആണ്. അവർ എന്തൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുള്ളതും ഡിഫറെൻ്റ് ആണ്. മേ ബി ചിലതൊക്കെ ഒരുപോലെ ആയിരിക്കാം, ബട്ട് കുറച്ച് ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ജാഗറിയാണ് യൂസ് ചെയ്തത്, വേറൊരാൾ ഷുഗർ ആണ് യൂസ് ചെയ്തത് അല്ലേ. അപ്പോൾ അവിടെ റിസോഴ്സസിന് ചേഞ്ചസ് ഉണ്ട്. നമുക്ക് ഔട്ട്പുട്ട് മീൻസ് ആ കേക്ക് ഉണ്ടാക്കി എടുക്കാനുള്ള ടൈമിനും ഡിഫറൻസ് ഉണ്ട്, റൈറ്റ്. പ്രോഗ്രാമിംഗിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ സെയിം പ്രോബ്ലം, ഫോർ എക്സാമ്പിൾ ഒരു പ്രോബ്ലം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും ഞാനും ചെയ്യാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയും ആ ഫ്രണ്ട് ചെയ്യുന്ന രീതിയൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷെ ഔട്ട്പുട്ട് നമുക്ക് സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയണോ, എൻ്റെ അടുത്തൊരു പ്രോഗ്രാം എഴുതാൻ പറയണം, ഒരു അരേ സോർട്ട് ചെയ്യുന്ന പ്രോഗ്രാം എഴുതാൻ പറയുന്നു. അത് തന്നെ നമുക്ക് പല രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഈ സെയിം പ്രോബ്ലത്തിനെ പല രീതിയിൽ ഡിഫറെൻറ്റ് അൽഗോരിതംസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ആ എഫിഷ്യൻസിക്കാണ് ഡിഫറൻസ് വരുന്നത്. അതായത് നമ്മൾ എത്രത്തോളം ടൈം യൂസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ റിസോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതൊക്കെയാണ് അവിടെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേറൊന്ന് പറയാം, നമ്മൾ ചായ ഇടുന്നു. എങ്ങനെയാണ് നമ്മൾ ചായ ഇടുന്നത്? വെള്ളം തിളപ്പിച്ചിട്ടു, തേയില ഇട്ടു. ഇപ്പം ജിഞ്ചർ ടീ ആണെങ്കിൽ ജിഞ്ചർ ക്രഷ് ചെയ്തിട്ടു, പിന്നെ മിൽക്ക് ഒഴിച്ചു, പിന്നെ ഷുഗർ ആണെങ്കിൽ ഷുഗർ, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ആണെങ്കിൽ ബ്രൗൺ ഷുഗർ. അങ്ങനെ ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചായ ഉണ്ടാക്കുന്നു. ഈ സെയിം ചായനെ പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? അൽഗോരിതം എന്ന് പറയാം. സോ അൽഗോരിതം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ, വളരെ എഫിഷ്യൻ്റ് ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തിനാണ് നമ്മൾ അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത് നോക്കാം. അതായത് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് മൾട്ടിപ്പിൾ വേസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അൽഗോരിതംസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ നമ്മുടെ കേക്കിന്റെ മെത്തേഡ് എടുത്താൽ തന്നെ നമ്മൾ 3 പേരും 3 രീതിയിൽ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ചിലത് വളരെ പെട്ടെന്നായിരിക്കാം, ചിലത് കുറച്ച് സാധനങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഇവിടുത്തെ കേസിൽ നമ്മുടെ പ്രോഗ്രാമിങ്ങിന്റെ ഇതിൽ പറയുന്നത് നമ്മൾ സാധനങ്ങൾ എന്നല്ല പറയുന്നത്, നമ്മൾ മെമ്മറി പറയും. അപ്പൊ മെമ്മറി കുറച്ചായിരിക്കും യൂസ് ചെയ്യുന്നത്, പിന്നെ കുറച്ച് പെട്ടെന്ന് നടക്കുന്നു. അപ്പൊ നമ്മളവിടെ പറയും ഫാസ്റ്റ് അല്ലെങ്കിൽ സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോഗ്രാം ആണെന്ന് പറയാം. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു പ്രോഗ്രാം മീൻസ് ഒരു അൽഗോരിതം നല്ലതാണോ എഫിഷ്യന്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു അൽഗോരിതം എഫിഷ്യന്റ് ആണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണ് ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിയും. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പെട്ടെന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ഇപ്പൊ ഞാനൊരു ഇൻപുട്ട് കൊടുത്തു, എനിക്ക് എത്ര ടൈമിൽ എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം മെമ്മറി നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താണ് സ്പേസ് കോംപ്ലക്സിറ്റി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ എത്രത്തോളം മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളിൽ സോർട്ടിങ്, ഒരു അരേ സോർട്ട് ചെയ്യുന്ന പ്രോഗ്രാം എടുക്കാന്ന് വിചാരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഇൻപുട്ട് ഒരു അരയിലുള്ള എലമെന്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ. പിന്നെ വേണമെങ്കിൽ കാൽക്കുലേഷൻ വേണമെങ്കിൽ ഞാൻ ചിലപ്പോൾ ടെമ്പററി ആയിട്ട് കുറച്ച് വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ഔട്ട്പുട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനുള്ള വേരിയബിൾസിനൊക്കെ സ്റ്റോർ ചെയ്യാൻ, മേ ബി ലിസ്റ്റ് ആവാം, അരയാവാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് കുറച്ച് മെമ്മറി ആവശ്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ എത്രത്തോളം മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ അതാണ് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതായത് ഇപ്പോൾ നിങ്ങളൊരു വെക്കേഷന് പോകാൻ വേണ്ടി പാക്ക് ചെയ്യാണ്, ഓക്കെ, ബാഗ് പാക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ എഫിഷ്യന്റ് ആയിട്ടുള്ള പാക്കിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ പാക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഓക്കെ, അത് എഫിഷ്യന്റ് ആണ്. ഇനി അതല്ല ഇൻഎഫിഷ്യന്റ് എന്ന് വെച്ചാൽ നമ്മൾ കുറേ വേണ്ടാത്തതൊക്കെ വലിച്ചുവാരി വെക്കുന്നുണ്ട് ബാഗിനകത്ത്. പക്ഷെ അതൊന്നും യൂസ് ചെയ്യത്തുമില്ല, കുറേ വലിച്ചുവാരി വെക്കുന്നുണ്ട്. അപ്പൊ ആ കേസിൽ ആ ഒരു ഇത് ഇൻഎഫിഷ്യന്റ് ആണ് അങ്ങനെ പാക്ക് ചെയ്യുന്നത്. അതായത് അപ്പോൾ നല്ലൊരു അൽഗോരിതം ആണെങ്കിൽ സ്പേസ് വളരെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുക, അതായത് സ്പേസ് ഒന്നും വേസ്റ്റ് ആക്കി കളയത്തില്ല. അപ്പോൾ അതാണ് അതിൽ വരുന്ന ഒരു പോയിന്റ്. ഇനി അടുത്ത എന്താണ് ടൈം കോംപ്ലക്സിറ്റി. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ടൈം എടുക്കുന്നു നമ്മുടെ ടാസ്ക് എടുക്കാൻ, മീൻസ് ഔട്ട്പുട്ട് കിട്ടാൻ നമ്മൾ എത്ര ടൈം എടുക്കുന്നു. ഇൻപുട്ട് കൂടുന്നതിനനുസരിച്ച് എത്ര ടൈം ഔട്ട്പുട്ടിന് വേണ്ടി എടുക്കുന്നുണ്ട്, അതാണ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത്, നമ്മളൊരു ബുക്ക് കണ്ടുപിടിക്കുകയാണ് ലൈബ്രറിയിൽ നിന്ന്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ എഫിഷ്യന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈബ്രറിയിൽ നമ്മൾ കാറ്റലോഗ് ഉണ്ടാവും. അപ്പോൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഈ കാറ്റഗറി ബുക്സ് ഒക്കെ ഇവിടെയാണ്, ഈ കാറ്റഗറി ബുക്സ് ഒക്കെ ഇവിടെയാണ്, അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ കൺസേൺ ബുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ വെറുതെ പോയി 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് ടൈം ഇങ്ങനെ വേസ്റ്റ് ആകത്തില്ലേ. അപ്പോൾ അത് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ എഫിഷ്യന്റ് അൽഗോരിതം എന്ന് വെച്ചാൽ അൺനെസസറി ആയിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ മിനിമൈസ് ചെയ്യും. അതായത് നമുക്ക് അത്രയും ആവശ്യമുള്ള സ്റ്റെപ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ അനാവശ്യമായിട്ട് വെറുതെ ഇങ്ങനെ കളയാൻ നമ്മുടെ കയ്യിൽ ടൈം ഇല്ല. ടൈം ഈസ് വെരി പ്രഷ്യസ്, അങ്ങനെയുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാണ്. ഓക്കെ, ചില ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ റാൻഡം ആയിട്ട് ഗോ ത്രൂ ഫോർ ഓൾ ടോപ്പിക്സ്, അതായത് എല്ലാ ടോപ്പിക്സും എല്ലാ ബുക്സും ഇങ്ങനെ വെറുതെ അങ്ങ് പോകും. പക്ഷെ ഒരു പ്ലാൻ ഒന്നും ഉണ്ടാവത്തില്ല, എങ്ങനെയൊക്കെയോ പഠിച്ച് എഴുതുന്ന ആൾക്കാരുണ്ട്. ഇനി ചില ആൾക്കാരാണെങ്കിൽ വളരെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്ന വെച്ചാൽ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. അവർ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിന് ഫോക്കസ് ചെയ്തിട്ട് അതിന് ഒരു സ്പെസിഫിക് ടൈം ഒക്കെ അലോക്കേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. അത് കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഇതെങ്ങനെ നമുക്ക് ഈ കോംപ്ലക്സിറ്റീസിനെയൊക്കെ മെഷർ ചെയ്യാന്നാണ് പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടേം പഠിക്കുന്നുണ്ട് പുതുതായിട്ട്, ബിഗ് ഓ നൊട്ടേഷൻ എന്ന് പറയും. ഇത് കൂടാതെ വേറെ ഉണ്ട്, ബിഗ് തീറ്റ, ബിഗ് ഒമേഗ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അതൊന്നും ഇപ്പൊ എടുക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇതൊന്നും മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഡേറ്റ സ്ട്രക്ചറിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് പഠിക്കാനായിട്ട് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഡേറ്റ സ്ട്രക്ചറിലോട്ട് പോവാം. പിന്നെ ബിഗ് തീറ്റ, ബിഗ് ഒമേഗ ഒക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ഇടാം. അതിപ്പോൾ നമുക്ക് അത്ര വലിയ ആവശ്യമുള്ള സാധനമല്ല. നമ്മളിപ്പോൾ ഡേറ്റ സ്ട്രക്ചർ പഠിക്കുമ്പോൾ അത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം എന്നില്ല. എന്തായാലും അത് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. തൽക്കാലം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ജസ്റ്റ് ഞാൻ എന്താണ് ബിഗ് ഓ നൊട്ടേഷൻ എന്ന് ഒന്ന് മനസ്സിലാക്കി തരാം. അപ്പോൾ നമുക്ക് ഇനി ഫ്യൂച്ചർ വീഡിയോസിൽ പഠിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ അരേ ആയാലും സ്റ്റാക്ക് ആയാലും ക്യൂ ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ ഈ ബിഗ് ഓ ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ. അതുകൊണ്ട് ഞാനിവിടെ ആ ബിഗ് ഓ നൊട്ടേഷൻ മാത്രം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ബിഗ് ഓ നൊട്ടേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ അൽഗോരിതം ഞാൻ പറഞ്ഞു 2 ടൈപ്പ് ഓഫ് കോംപ്ലക്സിറ്റീസ് ഉണ്ട്, ടൈം, സ്പേസ് കോംപ്ലക്സിറ്റി അല്ലെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ മെഷർ ചെയ്യുന്നത്? ഈ ബിഗ് ഓ നൊട്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതിൽ വരുന്ന മെയിൻ ആയിട്ട് നമ്മൾ 4 ഉണ്ട്. ഓർഡർ ഓഫ് 1. ഓർഡർ ഓഫ് 1 മീൻസ് എപ്പോഴും ഒരേ ടൈം ആയിരിക്കും എടുക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ ഒരു ഇൻപുട്ട് കൊടുത്താലും 10 ഇൻപുട്ട് കൊടുത്താലും കിട്ടുന്ന ഔട്ട്പുട്ട് എപ്പോഴും ഒരേ ടൈം എടുക്കത്തുള്ളൂ. ഇപ്പോൾ 1 milli സെക്കൻഡോ അങ്ങനെയാണെങ്കിൽ ആ ടൈം തന്നെ എപ്പോഴും എടുക്കും. അങ്ങനെയുള്ള പ്രോഗ്രാംസ്, അൽഗോരിതംസ് ആണ് ഓർഡർ ഓഫ് 1 എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഓർഡർ ഓഫ് 1 എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഒരു ബുക്കിന്റെ ഫസ്റ്റ് പേജ് എടുക്കുകയാണ്. ഓക്കെ, അത് എപ്പോഴും എളുപ്പമല്ലേ, ജസ്റ്റ് നമുക്ക് ഒരു പെട്ടെന്ന് എടുക്കാവുന്ന ഏത് ബുക്കിന്റെ ഫസ്റ്റ് പേജ് എടുക്കണമെങ്കിൽ ജസ്റ്റ് ഓർഡർ ഓഫ് 1 കോൺസ്റ്റന്റ് ടൈം തന്നെയാണ് അല്ലെ. അതാണ് അവിടെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അതായത് ഓർഡർ ഓഫ് n എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ലീനിയർ ടൈം എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ടൈം എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിന് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഓക്കെ, ഒരു പ്രൊപ്പോർഷൻ ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകും. പക്ഷെ ഇങ്ങനെ നമ്മുടെ ആംഗിൾ പോലെ പോകുന്ന ഒരു 45 ഡിഗ്രി ആംഗിൾ പോലെ പോകുന്ന ലൈനാണ് ഈ ലീനിയർ ടൈം എന്ന് പറയുന്നത്. അതിന് ഓർഡർ ഓഫ് n² എന്ന് വെച്ചാൽ ഇൻപുട്ട് സൈസ് കൂടുന്നതിനനുസരിച്ച് ടൈമും വളരെ കൂടുന്നു, വളരെ പെട്ടെന്ന് തന്നെ അത് കൂടുന്നു. അങ്ങനെയുള്ള അൽഗോരിതംസിനൊക്കെ ഉള്ള കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n² ആണ്. അടുത്ത വേറൊരു ബിഗ് ഓ നൊട്ടേഷൻ എക്സാമ്പിൾ ആണ് ഓർഡർ ഓഫ് log n. അതെന്ന് പറയുന്ന ലോഗരിതമിക് ടൈം ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ടൈം ഗ്രോസ് സ്ലോവർ ആണ്. നമ്മൾ ഇൻപുട്ടിനനുസരിച്ച് സ്ലോവർ ആയിട്ടായിരിക്കും ടൈം ഗ്രോ ആകുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബൈനറി സെർച്ച് എന്നൊക്കെ നമ്മൾ ഇനി പഠിക്കും. അവിടെയൊക്കെ വരുന്ന കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഓർഡർ ഓഫ് log n ആണ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചും ഈ സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മുടെ പ്രോഗ്രാംസ് ചെയ്തു തുടങ്ങുമ്പം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട്
അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു ഓവർവ്യൂ പറഞ്ഞതാണ്. മെയിൻലി ഉള്ള ഒരു കോംപ്ലക്സിറ്റീസ് ആണ് ഓർഡർ ഓഫ് 1, ഓർഡർ ഓഫ് n, ഓർഡർ ഓഫ് n സ്ക്വയർ ആൻഡ് ഓർഡർ ഓഫ് ലോഗ് n. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു അൽഗോരിതം നമ്മൾ എഴുതി. അൽഗോരിതം നമ്മൾ ചില സമയത്ത് അൽഗോരിതം നല്ല സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കും, പക്ഷെ കൂടുതൽ മെമ്മറി എടുക്കും. ചില പ്രോഗ്രാംസ് അങ്ങനെയാണ്, നല്ല ഫാസ്റ്റ് ആയിരിക്കും പക്ഷെ മെമ്മറി എടുക്കും. ഇനി ചില പ്രോഗ്രാം എങ്ങനെയാണ്, ലെസ് മെമ്മറി ആയിരിക്കും എടുക്കുന്നത്, പക്ഷെ കുറെ കൂടുതൽ ടൈം എടുക്കുന്നുണ്ടാവും അത് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ അത് ഓരോ കേസസ് ആണ്, നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്കൊരു പ്രോഗ്രാം എഴുതാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ വാഷിംഗ് മെഷീൻ സെറ്റിംഗ്സ് ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ആക്കുക. വാഷിംഗ് മെഷീനിൽ സെറ്റിംഗ്സ് ഉണ്ട്, അതായത് അതിലൊരു മോഡുണ്ട്, ക്വിക്ക് വാഷ് മോഡ്. അതിലെന്ന് വെച്ചാൽ പെട്ടെന്ന് കഴിയും, ഒരു 30 മിനിറ്റ്സിൽ വാഷ് ചെയ്ത് കഴിയും. പക്ഷെ അവിടെ ഒരുപാട് വാട്ടർ യൂസ് ചെയ്യുന്നു. നമ്മുടെ വാട്ടറിന്റെ കേസ് നമുക്ക് സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടെ ടൈം പെട്ടെന്ന് കഴിയും, പക്ഷെ സ്പേസ് കൂടുതൽ എടുക്കുന്നു. സ്പേസ് മീൻസ് ഇവിടെ വാട്ടർ ആണ് കേട്ടോ. അടുത്ത് വേറൊരു മോഡുണ്ട്, എക്കോ മോഡ്. എക്കോ മോഡിലാണെങ്കിൽ വാട്ടർ ഒന്നും അധികം ചിലവാകത്തില്ല, പക്ഷെ ഒരുപാട് സമയം അത് മീൻസ് അത് ഡ്രൈ ആയി വരാനായിട്ട് എടുക്കും. അപ്പൊ അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു റൈറ്റ് അൽഗോരിതം ചൂസ് ചെയ്യണം. സോ നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളൊരു റൈറ്റ് അൽഗോരിതം സെലക്ട് ചെയ്യണം. ഓക്കെ, എപ്പോൾ പ്രോഗ്രാം എഴുതുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇത് 2 കാര്യങ്ങൾ ഉണ്ടാവണം. നമ്മൾ എത്രത്തോളം ടൈം എടുക്കുന്നുണ്ട്, ഐ മീൻ എത്രത്തോളം ടൈം കോംപ്ലക്സിറ്റി, എത്രത്തോളം സ്പേസ് കോംപ്ലക്സിറ്റി നമ്മുടെ കോഡിൽ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത് എന്താണ് അൽഗോരിതം. അൽഗോരിതം എന്താണ്? ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു സോൾവ് എ പ്രോബ്ലം, അല്ലെ? ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. പിന്നെ പഠിച്ചത് സ്പേസ് കോംപ്ലക്സിറ്റി. ഇതെന്ന് പറഞ്ഞാൽ മെഷേഴ്സ് മെമ്മറി യൂസേജ്, മെമ്മറിയുടെ യൂസേജ് മെഷർ ചെയ്യുന്നതാണ്. അപ്പോൾ എഫിഷ്യന്റ് അൽഗോരിതത്തിൽ എപ്പോഴും മെമ്മറി വേസ്റ്റേജ് ഉണ്ടാകത്തില്ല. ഓക്കെ, മെമ്മറി വളരെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യും. ഇനി ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് നമ്മുടെ അൽഗോരിതം എത്രത്തോളം ഫാസ്റ്റ് ആണ്. സോ എഫിഷ്യന്റ് അൽഗോരിതം എപ്പോഴും ടൈമും സേവ് ചെയ്യും. പിന്നീട് നമ്മൾ പഠിച്ചു ബിഗ് ഗോ നൊട്ടേഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ അൽഗോരിതത്തിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിന്റെ പെർഫോമൻസും പെർഫോമൻസ് മീൻസ് ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റി ഒക്കെ അനലൈസ് ചെയ്യുന്നത് ഈ ബിഗ് ഗോ നൊട്ടേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടിക്കാണും എന്താണ് അൽഗോരിതം, എന്താണ് അതിന്റെ യൂസ്. That's it for today's video. Thank you for watching. Have a nice day. And if you have any doubts, you can ask in the comment section. Thank you.